ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യാത്ര വെട്ടിച്ചുരുക്കി നാളെ തിരുവനന്തപുരത്തെത്തും. ഈ മാസം 28-ന് തിരിച്ചെത്താനായിരുന്നു തീരുമാനമെങ്കിലും ഗവർണർ സ്ഥാനത്തേക്കുള്ള പുതിയ നിയമനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യാത്ര വെട്ടിച്ചുരുക്കിയത്. സർവകലാശാലകളിൽ ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം. 2024 സെപ്റ്റംബറിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ സ്ഥാനത്തെ കാലാവധി അവസാനിച്ചെങ്കിലും ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ ഭൂരിപക്ഷവും സംസ്ഥാന സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ നിലപാട് തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത്. സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ തുടരുന്നതിൽ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ബീഹാർ ഗവർണറായുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ പുതിയ നിയമനം. സംസ്ഥാനത്ത് കേരള നിയമസഭയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചതും അനിശ്ചിതത്വത്തിലാക്കിയതും. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിലും സെനറ്റിലേക്കുള്ള നോമിനേഷനിലും അടക്കം RSSകാരെ തിരികെ കയറ്റാൻ ശ്രമിച്ചു എന്നത് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ അടക്കം വെല്ലുവിളിക്കുന്ന നടപടി പോലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം ഗവർണർ കേരളത്തിന് പുറത്തായിരുന്നു എന്നതും വലിയ വിമർശനമാണ്. നിലവിൽ പല സംസ്ഥാനങ്ങളിലായി യാത്ര തുടരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ നിയമനത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര വെട്ടിച്ചുരുക്കി. വ്യാഴാഴ്ച ദില്ലിയിലെത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വൈകിട്ടോടുകൂടി കേരളത്തിലേക്ക് മടങ്ങിയെത്തും. NDAയുടെ ഘടകകക്ഷി ഭരിക്കുന്ന ബീഹാറിൽ എന്ത് നിലപാടായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ സ്വീകരിക്കുക എന്നതാണ് ഏവരും ഇനി ഉറ്റുനോക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.